ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ NSE-JS ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫർ ടു ദ യൂണിറ്റ്സ് ഇൻവോൾവ് ഇൻ മോസ്റ്റ് ഓഫ് ദ റിഫ്ലക്സ് ആർക്സ്. അതായത് നമ്മൾ റിഫ്ലക്സ് ആർക്കുകൾ നോക്കുമ്പോൾ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്റ്റിമുലസ്, റിസപ്റ്റർ, അഫറന്റ് നെർവ്, ഇഫറന്റ് നെർവ് ആൻഡ് ആൻ എഫക്റ്റർ ന്യൂറോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത് നമ്മൾ കൊടുക്കല്ലേ. നമുക്കറിയാം എന്താണ് നമ്മൾ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു സെൻസറി നെർവ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് അഫറന്റ് നെർവ് ഉണ്ട്, നമുക്ക് ഇന്റർ ന്യൂറോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഇഫക്റ്റർ നെർവ് ഉണ്ട്, ഇഫക്റ്റർ ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ എന്താണ് എഫക്റ്റർ. നമ്മൾ ഒരു റിഫ്ലക്സ് ആർക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് സ്റ്റിമുലസ്, റിസപ്റ്റർ ഉണ്ട്, അഫറന്റ് നെർവ് ഉണ്ട്, ഇഫറന്റ് നെർവ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇഫക്റ്റർ ന്യൂറോൺ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എന്താണ് മോസ്റ്റ് ഓഫ് ദ റിഫ്ലക്സ് ആർക്സ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്ന റിഫ്ലക്സ് ആർക്കുകളിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാവാൻ. നമുക്ക് നോക്കാം എന്താണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് ആർക്സുകളാണെന്ത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സിനാപ്സുകൾ എന്താണ് അതിൽ ഇൻവോൾവ് ആണ്. അതെന്താണ് നമ്മൾ ഡയറക്ട്ലി ലിങ്ക് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ CNS. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് എന്ത് നമ്മുടെ എല്ലാ റിഫ്ലക്സ് ആക്ഷനുകളും അല്ലെങ്കിൽ റിഫ്ലക്സ് ആർക്കുകളെല്ലാം എന്താണ് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു റിസപ്റ്റർ ഓർഗൻ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് സെൻസറി ന്യൂറോൺ ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ഒരു ഇന്റർ ന്യൂറോൺ ഉണ്ടാവും, ഒന്നോ അതിലധികം ഇന്റർ ന്യൂറോൺസ് ഉണ്ടാവും. കാരണം എന്താണ് ഒന്നിൽ കൂടുതൽ സിനാപ്സുകൾ എന്താണ് അതിൽ ഇൻവോൾവ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എഫക്റ്റർ ന്യൂറോൺ ഉണ്ടാവും, അല്ലെങ്കിൽ എഫക്റ്റർ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുക ഒരു റിസപ്റ്റർ ന്യൂറോൺ ഉണ്ട് അല്ലെ, ഒരു റിസപ്റ്റർ ന്യൂറോൺ ഉണ്ട്. അതിന് ശേഷം എന്തുണ്ട് സെൻസറി ന്യൂറോൺ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർ ന്യൂറോൺസ് ഉണ്ട്, മോട്ടോർ ന്യൂറോൺസ് ഉണ്ട്, എഫക്റ്റർ ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ എന്താണ് എഫക്റ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് നമ്മൾ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. റിസപ്റ്റർ ന്യൂറോൺ ആണ് നമ്മൾ എന്ത് പറയുന്നത് സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്റർ ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് എന്ന് വിളിക്കും. ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർ ന്യൂറോൺസിനെ വിളിക്കുന്ന വേറൊരു പേരാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് CNS ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പൊ എന്താണ് ഒരു ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ഒരു എഫക്റ്റർ ന്യൂറോൺ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു റിസപ്റ്റർ ന്യൂറോൺ ഉണ്ടാവും. അപ്പൊ നമ്മൾ മോസ്റ്റ് കേസ് എല്ലാ റിഫ്ലക്സ് ആക്ഷനുകൾ നോക്കുമ്പോഴും നമ്മൾ കോമൺ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എന്താണ് എല്ലാ റിഫ്ലക്സ് ആർക്കുകളും നോക്കുമ്പോൾ ഒരു റിസപ്റ്റർ ന്യൂറോൺ ഉണ്ടാവും, ഒന്നോ അധികമോ വൺ ഓർ മോർ ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു എഫക്റ്റർ ന്യൂറോൺ ഉണ്ടാവും. അതാണ് എന്ത് നമ്മളെ മോസ്റ്റ് കേസിൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരാ നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 റിസപ്റ്റർ ന്യൂറോൺസ് എന്നാണ് പറഞ്ഞത്. 2 ന്യൂറോൺസ് റിസപ്റ്റർ ന്യൂറോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ 1 or more ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇഫക്റ്റർ ന്യൂറോൺസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇഫക്റ്റർ ന്യൂറോണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ് ഇതൊരിക്കലും വരില്ല. നമ്മൾ എന്താണ് പറഞ്ഞാൽ ഒന്നിലധികം ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് കാണും, പക്ഷെ എന്താണ് നമുക്ക് ഒരു റിസപ്റ്റർ ന്യൂറോണേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താണ് ഒരു റിസപ്റ്റർ ന്യൂറോണേ ഉള്ളൂ. ഇതെന്താണ് സെൻസറി ന്യൂറോൺ ആണ്. സെൻസറി ന്യൂറോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത്. റിസപ്റ്റർ പാർട്ടാണ് കേട്ടോ, റിസപ്റ്റർ ഓർഗൻ ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനാണ് നമ്മൾ സെൻസറി ന്യൂറോൺ ആണ് നമ്മൾ എന്ത് പറയുന്നത് റിസപ്റ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇഫക്റ്റർ ന്യൂറോൺ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇഫക്റ്റർ ന്യൂറോൺ എന്ന് വേറെ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ അഫറന്റ് നെർവ് എന്ന് വിളിക്കുന്നത് എന്താണ് നമ്മൾ ഈ റിസപ്റ്റർ ന്യൂറോണുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ റിസപ്റ്റർ ന്യൂറോൺ ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ എന്താണ് പോളിസിനാപ്റ്റിക് ആയതുകൊണ്ട് ഇന്റർ ന്യൂറോൺസ് ഉണ്ടാവും. ഇന്റർ ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ ന്യൂൺഷ്യൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ മോട്ടോർ ന്യൂറോൺ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എഫക്റ്റർ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എഫക്റ്റർ നെർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ ചെയ്ത പേരാ ഒരു റിസപ്റ്റർ ന്യൂറോണും ഉണ്ടാവും, 1 or more ഇന്റർ ന്യൂൺഷ്യൽ ന്യൂറോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ ആൻ എഫക്റ്റർ ന്യൂറോൺ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരാ. ഇനി ഇവിടെ എന്താണ് 1 റിസപ്റ്റർ ന്യൂറോൺ ഉണ്ട്, അഫറന്റ് നെർവ് ആൻഡ് ഇഫക്റ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മളെ റിഫ്ലക്സ് ആക്ഷനുകൾ എപ്പോഴും എന്താണ് ഇന്റർ ന്യൂറോൺസിലായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇന്റർ ന്യൂറോൺസ് വരുന്നത് ഏതാണ് ഇന്റർ ന്യൂൺഷ്യൽ വരുന്നതാണ്. അപ്പൊ ഇന്റർ ന്യൂൺഷ്യൽ വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള 1 receptor neuron, 1 or more interneural neurons and
ആൻഡ് ഇഫക്റ്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആയുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒളിമ്പ്യാഡ് യൂട്യൂബ് ചാനൽ, അതായത് ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.